ഹായ് കാർത്തിക്. ഹായ് മധു. ഇതെന്താ സ്ലോ ആയിട്ട് സംസാരിക്കുന്നേ? നിനക്ക് സുഖമല്ലേ? ഇല്ലല്ലേ, കുഴപ്പമൊന്നുമില്ല. നമുക്കൊന്ന് കോഫി ഷോപ്പിൽ വെച്ച് മീറ്റ് ചെയ്താലോ? ഓക്കേ ഫൈൻ. ശരി, 1 hour ഞാൻ എത്തിയേക്കാം. ബൈ. ഈ ഒരു സോഫ്റ്റ്വെയറിനെ വെറുതെ വിടില്ല അല്ലേ? Congrats പ്രസാദ്, you got the job. താങ്ക് യു സർ. മധുലത എന്താ ജോബിന് അപ്ലൈ ചെയ്യാൻ പോയിരിക്കുന്നത്? ഓൾ ദി ബെസ്റ്റ് പറഞ്ഞിട്ട് വരാ സർ. ഇതുകൊണ്ട് നിനക്ക് ബുദ്ധിയില്ലാന്ന് പറയുന്നത്. ഓൾ ദി ബെസ്റ്റ് പറഞ്ഞാൽ പോരടാ, ഇന്ന് നീ മധുലതയ്ക്ക് പാർട്ടി കൊടുക്കണം. അത് നാളെ നല്ല സാർ പറഞ്ഞത്. പ്ലാനില് ചേഞ്ചടാ. ഓക്കെ സർ. കൊടുത്തിട്ടല്ലോ. ഉണ്ട് സർ. ഓക്കെ സർ. ഹലോ 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 ബ്രോ. ബുദ്ധിയില്ലാത്ത. സോറി ബ്രോ, ആക്ച്വലി ഞാൻ ബ്രോയോട് 100 രൂപ ചോദിക്കാൻ വന്നതാ. പക്ഷെ ഞാനിപ്പോ അത് ചോദിക്കുന്നില്ല. നീ ആ പെണ്ണിനെ വണ്ടി കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഡ്രോപ്പ് ചെയ്ത് വെയിറ്റ് ചെയ്യുന്നു. നീ ആ പെണ്ണിന്റെ കൂടെ ബൈക്കിൽ റൈഡിങ്, ആഫ്റ്റർ ദ ഷോപ്പിംഗ്, നിന്റെ പ്ലാനിങ്, ഓർഗനൈസേഷൻ എല്ലാം ഞാൻ വാച്ച് ചെയ്തോണ്ടിരിക്കുക. ഇതിന്റെ ആവശ്യം എനിക്കുണ്ടോ? ശരിയാണ്. ഞാനൊരു ഫുള്ള് വാങ്ങിക്കാൻ വന്ന, പക്ഷെ ഒരാരെ കൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ഞാൻ ചോദിക്കണ്ടെന്ന് വിചാരിച്ചതാ, പക്ഷെ എന്നാലും പറ്റുന്നില്ല. ആ പെണ്ണ് നീ തമ്മിൽ എന്താ ബന്ധം? യാതൊരു ബന്ധവുമില്ല. നീ ആ പെണ്ണിന്റെ ആരാ? അവൾക്ക് ഞാൻ ലവർ. ലവറോ? അപ്പൊ അവനായിട്ടുള്ള ബന്ധം? യാതൊരു ബന്ധവുമില്ല. ഒന്നുമില്ലേ? അപ്പൊ അവൻ ആരാ? അവൾക്ക് ലവർ. ലവറോ? ഒരു പെണ്ണിന് 2 ലവറോ? ടോണിക്, ഞാൻ പറയുന്ന കേൾക്ക്. അവൾ എന്നെ സ്നേഹിക്കുന്നു, ഇവനാണെങ്കിൽ അവളെ സ്നേഹിക്കുന്നു. ട്രീറ്റ് കൊടുക്കാൻ പൈസ വേണ്ട സർ. എന്തോന്ന് ഗാംബ്ലിംഗ് ആണോ ഇത്? മധുരത്ത, ഇന്ന് ഓഫീസിന് ജോയിൻ ചെയ്ത് ഫസ്റ്റ് ഡേയാ. ഓ കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഞാൻ നിനക്ക് ട്രീറ്റ് തരട്ടെ? സോറി ജീനിയസ്, എനിക്ക് കുറച്ച് പണിയുണ്ട്, വരാൻ പറ്റില്ല. പോടാ. ഒരു ചെറിയ ബെറ്റ് മധുലത. നീ ജയിച്ച ട്രീറ്റിന് വരേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ ജയിച്ച എന്റെ ഒപ്പം ട്രീറ്റിന് വരണം. എന്ത് ബെറ്റ്? ഇത് 9th ഫ്ലോർ കോർപ്പറേറ്റ് ഓഫീസാ. നമുക്ക് രണ്ടുപേർക്കും ലിഫ്റ്റിൽ പോകാം. നമ്മള് ലിഫ്റ്റിലുള്ള സമയത്ത് വേറെ ആരും കേറിയില്ലെങ്കിൽ ബെറ്റിൽ ഞാൻ ജയിച്ചതുപോലെ, വേറെ ആരെങ്കിലും വന്നാ നീ ജയിച്ചതുപോലെ. ഓക്കേ, ബെറ്റ്. ഓക്കേ. സർ, നിങ്ങളുടെ തിങ്സ് ഒക്കെ താഴെ വീണു. അയ്യോ, എന്നാ പിടിച്ചോളൂ. താങ്ക് യു. നോക്കി നടക്ക്. എക്സ്ക്യൂസ് മീ, ഈ റിങ് താഴെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ആണോ? അതെയോ? Sorry. Yeah, okay, I'm coming. Boss, your boss is calling. Oh no. പതുക്കെ സൂക്ഷിച്ചിറങ്ങി. കാല് തന്നണ്ട. ബാലൻസ് കാണിക്കുന്നില്ലല്ലോ. അകത്തോട്ട് ഇവരുടെ ശരിയായില്ല. നടന്നു പോകുന്നല്ലോ. കൈവെക്കാനാടാ നിന്നെ ഞാൻ വെറുതെ വിടടാ. നിന്നെ ഞാൻ എന്റെ ഒരു ലക്ക് കണ്ടില്ലേ? ഞാനാ ജയിച്ചത്. നേരത്തെ പ്രോഗ്രാം ഫിക്സ് ചെയ്തതാ, വരാൻ പറ്റില്ല. ഐസ്ക്രീം ഓക്കെയാണോ? ഓക്കെ ഓക്കെ. മോളെ ഹലോ ഹലോ മോളെ ഹലോ. നിനക്ക് തംസപ്പ് ആണോ ഇഷ്ടം, സോഡയാണോ ഇഷ്ടം? വാട്ട്? മനസ്സിലായില്ല അല്ലേ? നിനക്ക് എത്ര ലവേഴ്സ് ഉണ്ട്? അയ്യോ എന്റെ അച്ഛ. കാർത്തിക്, ഹായ്. കോഫി ഷോപ്പിലേക്ക് വന്നിരിക്കുക. നീ എവിടെയാ ഉള്ളത്? അച്ഛൻ എനിക്ക് ചെറിയൊരു ജോലി തന്നിരിക്കുന്നു. വാട്ട്സ് ദ മാറ്റർ? അച്ഛനും അമ്മയും കല്യാണക്കാര്യത്തിന് വേണ്ടി നാട്ടിലേക്ക് പോയിരിക്കാം. നാളെ എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ട്. നിങ്ങളുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് ലേറ്റ് ആവും മധു. ഇറ്റ്സ് ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്തോളാം.
ഷിറ്റ്. ആ മധു, കാർത്തിക്, എത്ര നേരം എടുക്കും? ഒരു ഹാഫ് ആൻ അവർ. ഓക്കെ. നീ എവിടെയാ ഉള്ളത്? ഇവിടെ കോഫി ഷോപ്പിൽ മധുലത്തെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് പുറപ്പെട്ടു വാ. സോറി സർ, ഇന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അർജന്റ് മീറ്റിംഗ് വെച്ചു സർ. എനിക്കിന്ന് വരാൻ പറ്റില്ല. നാളെ ഒരു നല്ല ഐഡിയ പ്ലാൻ ചെയ്യും സർ. എന്തായാലും എക്സിക്യൂട്ട് ചെയ്യാം. Get in. നീ എന്താ ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത്? പെട്ടെന്ന് വാ. എന്നാ, ടവൽ. എനിക്ക് തന്ന വർക്ക് പോസ്റ്റ്പോൺ ആയി. അതുകൊണ്ടാണ് നേരത്തെ വന്നത്. അങ്കിൾ എവിടെ? ഓ, നാട്ടിൽ പോയിരിക്കാണെന്ന് പറഞ്ഞായിരുന്നല്ലേ. ഇന്റർവ്യൂ എപ്പോഴാണ്? ഓ ഷിറ്റ്, നാളെയാണല്ലേ. എന്തെങ്കിലും ഐഡിയാസ് വേണോ നിനക്ക്? നീ കോൺഫിഡന്റ് ആയിട്ട് വേണം ആൻസർ ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ കാലിൽ വേണ്ടി വരും. എന്തുപറ്റി? നിനക്ക് സുഖമില്ലേ? എന്റെ ക്ലോസ് ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. എനിക്ക് അർജന്റായിട്ട് പോകണം. വിൽ മീറ്റ് ടുമാറോ. ഹലോ കാർത്തിക്, എനിക്ക് തീരെ സുഖമല്ല. സോറി. ഓട്ടോ 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 സാർ, നിങ്ങളുടെ പെട്ടെന്ന് എന്ത് കോളനിയിലേക്ക് ആകരിക്കും. ഹലോ സർ. ഹലോ പ്രസാദ്, മധുരത്തേക്ക് തീരെ സുഖമില്ല. പെട്ടെന്ന് ഒരു ഡോക്ടറെ വിളിച്ചോണ്ട് മധുരത്തിന്റെ വീട്ടിലേക്ക് വന്നേക്ക്. മധു, കാർത്തിക്, ഒരു വെള്ള കടലാസ് പോലെ ഉണ്ടായിരുന്ന എന്റെ ഹൃദയം നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ കളർഫുള്ളായി മാറി. ഇന്ന് ഇന്റർവ്യൂവിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പോയതാ. ആകെ ടെൻഷൻ അടിച്ചു. ഓരോ നിമിഷവും ഞാൻ ഫോൺ ചെക്ക് ചെയ്യുമായിരുന്നു. ഡിസ്പ്ലേയിലുണ്ടായിരുന്ന നിന്റെ ഫോട്ടോവും എനിക്ക് ധൈര്യം തന്നു. നിന്നെ ഫോൺ ചെയ്ത് സംസാരിച്ചപ്പോ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. നിന്നെ കാണണം, നിന്നെ സംസാരിക്കണം, നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇതല്ലാതെ എനിക്ക് വേറൊരു ചിന്തയുമില്ല. ഈ പ്രണയം എന്ന് പറയുന്നത് എങ്ങനെയാണോ എന്തോ, ഞാൻ എന്നെ തന്നെ സ്വയം മറന്ന് എപ്പോഴും നിന്നെ കുറിച്ച് മാത്രമേ ചിന്തിക്കാറ്. അത്ഭുതം തോന്നിയിരുന്നു കാർത്തിക്. പക്ഷെ വൈകുന്നേരം എന്റെ ആ സന്തോഷമൊക്കെ പോയി കാർത്തിക്. കാരണം നീയല്ല കാർത്തിക്. ഞാൻ എന്ത് തെറ്റാ ചെയ്തെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ പോലും അറിയാതെ ഞാൻ നിന്നെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്തു പോയി. നീ എന്നെ വിട്ട് പിരിയുന്നത് എന്റെ ജീവൻ എന്നിൽ നിന്നും പറിച്ചെടുക്കുന്നത് പോലെയാണ്. ഞാൻ നിന്നെ എങ്ങനെയെങ്കിലും ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി കാർത്തിക്. ഐ ലവ് യു സോ മച്ച്. എന്നെ ഇത്രയും ഡീപ്പായിട്ട് സ്നേഹിക്കുന്നവള് ഞാനാണ് ഇത്രയും നാളായിട്ട് മിസ് ചെയ്തത്.
കാര്യം അറിയോ കാർത്തിക്? ദിവസം ഒരു ആവശ്യമില്ലാതെ ഞാൻ മരുന്ന് കഴിച്ചോണ്ടിരിക്കുക. പനിയും ജലദോഷവും ഒന്നും വരാതിരിക്കാൻ വേണ്ടിയാ. അസുഖം വല്ലതും ഉണ്ടായാ എനിക്ക് നിന്നെ കാണാനോ സംസാരിക്കാനോ പറ്റില്ലല്ലോ. ഹലോ ഡോക്ടർ. ഹായ്. തരൂ. സർ കൃത്യസമയത്തിന് വന്നു സർ. മധുലിപ്പോ എങ്ങനെയുണ്ട്? സർ ആ അതല്ല മധുലതയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? സർ മധുലതയ്ക്ക് വൈറൽ ഫീവർ ആണത്ര സർ. 1 മണിക്കൂറിൽ ഒരിക്കൽ ഹെഡ് ക്ലോത്ത് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് സർ. 4 hours once ഒരു ടാബ്ലറ്റും കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് സർ. സർ ഇതെനിക്ക് ഫൈനൽ എക്സാം പോലെ ഉണ്ട് സർ. സർ റിലാക്സ് ആയിട്ട് ചില്ല് ചെയ്തോളൂ, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ഡാ സമയമായി, ക്ലോത്ത് മാറ്റും. പ്രസാദ് ഇപ്പൊ സമയാടാ. നീ വിളിച്ചിട്ടൊന്നും ഫോൺ എടുത്തില്ലല്ലോ, അതുകൊണ്ടൊന്നും നോക്കിയതാ. അപ്പോഴറിഞ്ഞത് ഫീവർ ആണെന്ന്. താങ്ക്സ്. ജീനിയസ്, ആ റെക്കോർഡർ ഒന്ന് എടുത്തു തരുമോ? സർ ഇപ്പൊ അവൾക്ക് എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമില്ല സർ, അല്പം ഭേദമുണ്ട്. ശരി, ആദ്യം നീ പോയിട്ട് ഒരു കോഫി ഉണ്ടാക്കി കൊടുക്ക. എനിക്ക് കോഫി ഉണ്ടാക്കാൻ അറിയില്ലല്ലോ സർ. അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നന്നായിട്ടുണ്ട്. ഒരു മിനിറ്റ് നിക്ക്. മധുലതയ്ക്ക് പിങ്ക് കളർ കപ്സ് ഭയങ്കര ഇഷ്ടമാണ്. നീ അതിലെടുത്തോണ്ട് പോ. സർ ഇപ്പം അതിലേക്ക് കുഴപ്പമൊന്നുമില്ല സർ. ഫീവർ ഒക്കെ മാറി സർ. എനിക്ക് ഫുൾ മാർക്കാണ് സർ. പുള്ളിക്കാരി ഇന്റർവ്യൂവിന് റെഡി ആയിക്കൊണ്ടിരിക്കുക. ഞാനും ഓഫീസിൽ പോ റെഡി ആവട്ടെ സർ. താങ്ക്സ് പ്രസാദ്. സർ ഓക്കെ കൂൾ. ബൈ പ്രസാദ്. ഓക്കെ സർ.